കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നതിന് കൂടുതൽ തെളിവുകൾ. കുറ്റ്യാട്ടൂർ സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ ഗംഗാധരൻ നവീൻ ബാബുവിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ. 2024 സെപ്റ്റംബർ 4-ന് 6 പേജുള്ള പരാതി വിജിലൻസിന് നൽകിയെന്നായിരുന്നു ഗംഗാധരന്റെ വെളിപ്പെടുത്തൽ. ഗംഗാധരനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയും ആരോപിച്ചിരുന്നു. നേരത്തെ സംസ്ഥാന വിജിലൻസ് ഡയറക്ടറേറ്റും റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസും കണ്ണൂർ ജില്ലാ കളക്ടറും നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന കണ്ണൂർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയുടെ വിവരാവകാശ മറുപടി പുറത്തുവന്നത്. ഗംഗാധരന്റെ സ്ഥലത്ത് വയലിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞ് മണ്ണിട്ട് നികത്തുന്നത് തടയണമെന്ന് കാണിച്ച് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോയും നൽകി. സ്റ്റോപ്പ് മെമ്മോയുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ തനിക്ക് അതൃപ്തി തോന്നിയെന്നും തുടർന്ന് 6 പേജുള്ള പരാതി വിജിലൻസ് നൽകിയെന്നുമാണ് ഗംഗാധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പരാതി നൽകിയെന്ന് പറയുന്ന വാദം കളവാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന വിവരാവകാശ രേഖ. നവീൻ ബാബുവിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ലെന്നുമാണ് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് കണ്ണൂർ ജില്ലാ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോ യൂണിറ്റിൽ നിന്ന് ലഭിച്ച മറുപടി. ഗംഗാധരനോട് നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നെന്ന് നവീൻ ബാബു ആത്മഹത്യാ കേസിലെ ഏക പ്രതിയായ പി ദിവ്യ ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെ നവീൻ ബാബു തന്നോട് കൈക്കൂലി ചോദിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തി ഗംഗാധരൻ രംഗത്ത് വന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ ഇടപെടലിനെതിരെ താൻ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആ വാദമാണിപ്പോൾ കളവാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ജനം, കോഴിക്കോട്.